ആത്മഹത്യ ചെയ്ത ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിൽ പ്രസിഡന്റായ സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായുള്ള സഹകരണ രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് മീഡിയ വണ്ണിന്. സി ക്ലാസ് അംഗങ്ങൾക്ക് നിയമവിരുദ്ധമായി കോടികളുടെ വായ്പ നൽകിയതായാണ് കണ്ടെത്തൽ. അതിനിടെ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ ഗുരുതരാരോപണവുമായി വനിതാ കൗൺസിലറുടെ ഭർത്താവ് രംഗത്തെത്തി. അനിലിന്റെ ആത്മഹത്യയിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യ ബി.ജെ.പിയെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിലെ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് പുറത്തുവന്ന സഹകരണ രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട്. സി ക്ലാസ് അംഗങ്ങൾക്ക് നിയമവിരുദ്ധമായി കോടികൾ വായ്പ നൽകിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതിലൂടെ 2.5 കോടി രൂപ ജില്ലാ ഫാം സഹകരണ സംഘത്തിന് നഷ്ടമുണ്ടായി. നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ലക്ഷങ്ങൾ അധിക പലിശയായി നൽകിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ശമ്പളം നൽകിയതിലും സഹകരണ അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തി. അതിനിടെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി ബി.ജെ.പിയുടെ വലിയ വിള കൗൺസിലർ ദേവിമായുടെ ഭർത്താവ് സുനിൽകുമാർ രംഗത്തെത്തി. കാശിനു വേണ്ടി അനിലിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ഇത്തരക്കാരെ ബി.ജെ.പിയും സംഘപരിവാറും തിരിച്ചറിയണമെന്നും സുനിൽകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വായ്പയെടുത്ത് വർഷങ്ങളായി തിരിച്ചടക്കാത്തവർക്ക് മൃതദേഹത്തിന് മുന്നിൽ നിന്ന് കരയാൻ ഉളുപ്പുണ്ടായില്ലെന്നും സുനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ചർച്ചയായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് സുനിൽകുമാർ പിൻവലിച്ചു. ബാങ്ക് ഭരണസമിതി ബി.ജെ.പിയുടെ നിയന്ത്രണത്തിലെന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തുവന്നു. ബി.ജെ.പി. മുൻ ജില്ലാ പ്രസിഡന്റ് എം ഗോപാൽ ഉൾപ്പെടെയുള്ളവരാണ് ഭരണസമിതി അംഗങ്ങൾ. പുറത്തുവന്ന വിവരങ്ങളും ബി.ജെ.പിക്കുള്ളിലെ വെളിപ്പെടുത്തലുകളും രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPM. മന്ത്രി എം.പി. രാജേഷ് തിരുമല അനിലിന്റെ വീട്ടിലെത്തി. അതിനിടെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചു. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം ഏറ്റെടുത്തത്. മീഡിയ 1 തിരുവനന്തപുരം.